വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എമ്പുരാൻ തിയേറ്ററുകളിലെത്തി. പ്രീ ബിസിനസ്സുകളിൽ നിന്ന് എന്നെ റെക്കോർഡുകളിട്ടാണ് തിയേറ്ററിലെത്തിയത്. മിക്സഡ് റിവ്യൂസ് ആണ് പൊതുവെ ചിത്രത്തിന് ലഭിക്കുന്നത്. എന്നാലും മേക്കിങ്ങിനെ പറ്റി പൊതുവെ ആർക്കും അങ്ങനെ വിമർശനങ്ങളില്ല. ഹോളിവുഡിനോട് കിടപിടിക്കും വിധമുള്ള മേക്കിംഗ് തന്നെയാണ് സിനിമയുടേത്. അതുകൊണ്ട് തന്നെ മിക്സഡ് റിവ്യൂസ് ആയിട്ടും ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന സിനിമയും വേൾഡ് വൈഡ് 2 ദിവസം കൊണ്ട് 100 കോടി നേടുന്ന ആദ്യ മലയാള സിനിമയുമായി എമ്പുരാൻ മാറി. ഓവർസീസിലും റെക്കോർഡിട്ടു. ഇങ്ങനെ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചില തീവ്ര വലതുപക്ഷ സംഘപരിവാർ BJP സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും ചിത്രത്തിനെതിരെ വ്യാപകമായ ആക്രമണവും മോഹൻലാൽ, പൃഥ്വിരാജ്, മുരളി ഗോപി എന്നിവർക്കെതിരെ വിദ്വേഷ പ്രചാരണവും നടക്കുന്നു. റിലീസിന് മുന്നേ വരെ എമ്പുരാന് വേണ്ടി കൈയടിച്ചവരിൽ ചിലർ റിലീസിന് ശേഷം അസഹിഷ്ണുതയോടെ ബോയ്ക്കോട്ട് ആഹ്വാനവുമായി എത്തി. ഹിന്ദു വിരുദ്ധതയും ദേശവിരുദ്ധതയും പ്രചരിപ്പിക്കുന്നു. പൃഥ്വിരാജിന്റെ തീവ്രവാദ ബന്ധം അന്വേഷിക്കണം, NIA എത്തണം, അങ്ങനെ നീളുന്നു. ഇതിന് കാരണം സിനിമ സംസാരിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ്. സിനിമ തുടങ്ങുന്നത് തന്നെ 2002 ഗുജറാത്ത് കലാപത്തെ ഓർമ്മപ്പെടുത്തുന്ന രംഗങ്ങളുമായാണ്. തീർത്ഥാടകരുമായി ഗോദ്രയിലേക്ക് എത്തി കത്തിയമർന്ന സബർമതി എക്സ്പ്രസിൽ നിന്നായിരുന്നു എമ്പുരാന്റെ തുടക്കം. പിന്നീട് അങ്ങോട്ട് 30 മിനിറ്റുകൾ നീണ്ടു നിന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വംശഹത്യകളിലൊന്നായ ഗുജറാത്ത് കലാപത്തെ ഓർമ്മപ്പെടുത്തുന്ന രംഗങ്ങളാണ്. ഗുൽബർഗ് സൊസൈറ്റിയും ബിൽക്കിസ് ബാനുവും ഒക്കെ അവിടെ എത്തുമ്പോൾ സംഘപരിവാർ എന്ന അഴിച്ചുവിട്ട ആക്രമങ്ങളെയും വർഗീയത ആളിക്കത്തിച്ച് അതിൽ നേട്ടമുണ്ടാക്കിയവരെയും സിനിമ കാട്ടുന്നുണ്ട്. കൂട്ടക്കൊല നടത്തിയ സിനിമയിലെ ബൽരാജ് അഥവാ ബജ്രംഗി എന്ന കഥാപാത്രം കുട്ടികളെ അടക്കം നിരവധി പേരെ കൊന്നുതള്ളിയ അതിൽ യാതൊരു കുറ്റബോധവുമില്ലാത്ത ബജ്രംഗദൾ നേതാവ് ബാബു ബജ്രംഗി അഥവാ ബാബുഭായ് പട്ടേലിനെ തന്നെയാകണം കാട്ടിത്തന്നത്. ചിത്രത്തിലെ വംശഹത്യയുടെ മുഖ്യ സൂത്രധാരൻ ഇന്ന് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയെന്ന് പറയുന്ന സിനിമ ആരെയാണ് ഉന്നം വയ്ക്കുന്നതെന്ന് വ്യക്തമാണ്. അന്നത്തെ വംശഹത്യയുടെ പ്രധാന തലകൾ അതിൽ നിന്ന് നേട്ടം കൈവരിക്കുകയും ഇന്നവർ ഈ രാജ്യം ഭരിക്കുകയും ചെയ്യുന്നു എന്ന് ചിത്രം പറയാതെ പറയുന്നുണ്ട്. തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ വലിയ പാർട്ടികളെ പിളർത്തിയും ചെറു പാർട്ടികളുമായി കൈകൊടുത്തും ആധിപത്യം സ്ഥാപിക്കുന്ന സിനിമയിലെ അഖണ്ഡശക്തി മോർച്ച എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തന്ത്രം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP-യുടേതാണെന്ന് ആർക്ക് മനസ്സിലാവുന്നതാണ്. അഖണ്ഡശക്തി മോർച്ചയുടെ കേരളത്തിലെ നേതാവായ സജനചന്ദ്രൻ 35 സീറ്റുകൾ കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന പ്രസ്താവന യഥാർത്ഥത്തിൽ കേരളത്തിൽ ആര് പറഞ്ഞെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പച്ച ഇഷ്ടപ്പെടാത്ത ബജ്രംഗിയും NIA പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വായടപ്പിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയും കേരളത്തിലെ തുറമുഖങ്ങളും എയർപോർട്ടുകളുമെല്ലാം സ്വകാര്യവൽക്കരിക്കുന്നതിലെ രാഷ്ട്രീയ ബന്ധവും എല്ലാം BJP-യിലേക്കും അതിലെ നേതാക്കളിലേക്കും സംഘപരിവാറിലേക്കും തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ എമ്പുരാൻ സംഘപരിവാറിനെ തീർത്തും എതിർവശത്ത് നിർത്തുന്ന സിനിമയാണ്. അതുതന്നെയാണ് സംഘപരിവാറും BJP-യും സംഘപരിവാറിന്റെ ഓർഗനൈസർ എന്ന മാസികയും ചിത്രത്തിനെതിരെ വന്നതും ഇന്ന് വീണ്ടും സെൻസർ ചെയ്യണമെന്ന് മുറവിളി കൂട്ടുന്നതിനും കാരണം. അവസാനം ചിത്രത്തിലെ രംഗങ്ങൾ നീക്കം ചെയ്യുന്നുവെന്ന് മോഹൻലാൽ പറയേണ്ടി വന്നു. എന്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ ഖേദമുണ്ട് എന്ന് പറയുന്ന മോഹൻലാൽ ആരെയാണ് പ്രിയപ്പെട്ടവർ എന്ന് വിളിക്കുന്നത്? രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത തീവ്ര വലതുപക്ഷ ശക്തികളെ. വലതുപക്ഷവും മുതലാളിത്തവും ഒരു മെയ്യായി മാറുമ്പോൾ ഫാസിസം അതിനെ മൂർധന്യാവസ്ഥയിലെത്തും. അത് തന്നെയാണ് ഇന്ന് നാം കാണുന്നത്. പണം മുടക്കുന്നവരുടെ നിലനിൽപ്പിനായും തീവ്ര വലതുപക്ഷത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ടും ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഒരിടത്ത് വർഗീയതയ്ക്കെതിരെ നിൽക്കുകയും അത് ചിത്രീകരിക്കുകയും കുറ്റകരമാവുകയാണ്. സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതി ആശങ്കാജനകമാണ്. ഒടുവിൽ കിട്ടിയ വിവരമനുസരിച്ച് വില്ലന്റെ പേരുമാറ്റം ഉൾപ്പെടെ 2 മിനിറ്റ് ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്തു. 20 മിനിറ്റോളം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടതിൽ 2 മിനിറ്റ് മാത്രമേ മാറ്റുന്നുള്ളൂ എന്നത് ആശ്വാസകരമാണ്. എന്നാലും ഒരു ഭരണകൂടം നേരിട്ട് ആവശ്യപ്പെടാത്ത, സെൻസർ ബോർഡ് നടപടി എടുക്കാത്ത ഒന്നിനെയാണ് സംഘപരിവാറിന്റെ ഭീഷണിക്ക് മുന്നിൽ മാറ്റം വരുത്തുന്നത്. സംഘപരിവാറിന് ഇഷ്ടമല്ലാത്തത് പറയാനോ എഴുതാനോ പാടാനോ വരയ്ക്കാനോ ചിത്രീകരിക്കാനോ പാടില്ല എന്ന നിലയിലേക്ക് ഇന്ത്യ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ എത്തിക്കഴിഞ്ഞിരുന്നു. ഭരണപക്ഷത്തിനും സംഘപരിവാറിനും വേണ്ടി കുഴലൂത്തുകാരാകുന്ന ബോളിവുഡിനെ പോലെ മറ്റ് ഇൻഡസ്ട്രികളുമാകണം. ഇല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമെന്നുള്ള ഭയപ്പെടുത്തലാണിത്. ദ കേരള സ്റ്റോറി, കശ്മീർ ഫയൽസ്, ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ, ദ വാക്സിൻ വാർ, ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി, JNU, സവർക്കർ, PN നരേന്ദ്രമോദി തുടങ്ങിയ ഈ അടുത്തിടെ ഇറങ്ങിയ വമ്പൻ കളക്ഷൻ എടുത്ത ചാവ വരെയുള്ള പ്രൊപ്പഗണ്ട സിനിമകൾക്ക് കൈയടിച്ചവർക്ക്, വിമർശിച്ചവരോട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ പറ്റി ക്ലാസ് എടുത്തവർക്ക് എമ്പുരാൻ ദഹിക്കുന്നില്ല. ചാവ എന്നൊരൊറ്റ സിനിമ കൊണ്ട് ഇപ്പോഴും നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നതാണ്. എന്നാൽ അതിനും അതേപോലുള്ള സിനിമകൾക്കും ടാക്സ് ഇളവ് നൽകിയും നേതാക്കളും മന്ത്രിമാരും മുരുപ്പിച്ചിരുന്ന് കണ്ടും പ്രൊമോട്ട് ചെയ്തും ആഘോഷിക്കുകയാണ്. സിനിമ പറഞ്ഞു വയ്ക്കുന്ന ചില കാര്യങ്ങളിൽ ഞങ്ങൾക്കും ചില എതിരെ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ അത് വിമർശനത്തിനും ചർച്ചയ്ക്കും വയ്ക്കാതെ സിനിമ പൂർണ്ണമായും ക്യാൻസൽ ചെയ്യാനും വ്യക്തി അധിക്ഷേപങ്ങൾക്കും ആരും ഇവിടെ മുതിരുന്നില്ല. ഇതിൽ വിരളി കൊണ്ട് ഉറഞ്ഞു തുള്ളുന്നത് തീവ്ര വലതുപക്ഷമാണ്. ഹിന്ദു വിരുദ്ധരെന്നും ദേശവിരുദ്ധരെന്നും പറഞ്ഞ് ആക്രമിക്കുന്നതും അവരാണ്. സിനിമയിൽ മഞ്ജു വാര്യർ അവതരിപ്പിച്ച കഥാപാത്രം പ്രിയദർശിനി രാംദാസ് പറയുന്ന ഡയലോഗുണ്ട്. അവർ ആഗ്രഹിക്കുന്ന ദിശയ്ക്ക് വിപരീതമായി ഈ നാടിനെ നന്മയിലേക്കും സാഹോദര്യത്തിലേക്കും നയിക്കാൻ എനിക്ക് ജനപിന്തുണ ഉണ്ടായേക്കാം എന്നവർ ഭയന്നാൽ ആ ഭയം നിങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് കാണും. യഥാർത്ഥത്തിൽ അതല്ലേ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഇന്നിവിടെ കാണുന്നത്? അതെ, അവർ ഭയക്കുന്നു. കുഴിച്ചുമൂടി എന്നവർ കരുതുന്ന ഗുജറാത്ത് കലാപം ലോകമെന്ന് ചർച്ച ചെയ്യുന്നു എന്നത് അവരെ ഭയപ്പെടുത്തുന്നു. ഗുജറാത്ത് കലാപത്തെ പറ്റി അറിയാത്ത ഇന്നത്തെ പുതുതലമുറയ്ക്ക് മുന്നിൽ ഒരു ഓർമ്മപ്പെടുത്തലാകുന്നതും അവർ ഭയക്കുന്നു. കേരളത്തിൽ ഒന്നിൽ നിന്ന് ഭരണത്തിലേക്ക് എന്ന യാത്ര ഈ സിനിമ ഒരു വിലങ്ങുതടിയാകും എന്നും അവർ ഭയക്കുന്നു.
വമ്പൻ മുതൽ മുടക്കിൽ പാൻ ഇന്ത്യനായി വരുന്ന സിനിമകളിൽ എല്ലാം മതവും ദേശീയതയും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ, ഭരണപക്ഷത്തെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതിരിക്കുമ്പോൾ, കേരളത്തിൽ നിന്ന് മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള സിനിമ വരികയും അത് മുന്നേ പറഞ്ഞവർക്ക് വിപരീതമായി ഭരണപക്ഷത്തിന് എതിരെ ശക്തമായ രാഷ്ട്രീയം സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് കയ്യടി അർഹിക്കുന്നതും പിന്തുണ അർഹിക്കുന്നതുമാണ്. പക്ഷേ സംഘപരിവാർ ഭയപ്പെടുമ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്തിരുന്ന് മാപ്പ് പറയുമ്പോൾ എന്തൊക്കെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർത്തിക്കാട്ടി എന്ന് പറഞ്ഞാലും അവരോട് ഐക്യപ്പെടാൻ കഴിയുന്നില്ല. അതുപോലെ അവർക്ക് തങ്ങളുടെ സൃഷ്ടി ലോകത്തെ കാണിക്കാൻ കഴിയുന്നില്ല എന്നത് വേദനാജനകവുമാണ്. 1000 കള്ളങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്ത കേരളത്തെ ഒന്നടക്കം മോശക്കാരാക്കിയ കേരള സ്റ്റോറി എന്നൊരു പ്രൊപ്പഗണ്ട സിനിമ എടുത്തവർ മാപ്പ് പറഞ്ഞു. സംഘപരിവാർ ഉയർത്തുന്ന ഭയം ഇന്ന് സാംസ്കാരിക മേഖലയെ അപകടകരമായ വിധം നശിപ്പിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. സംഘപരിവാർ ഇത്രയും ഭയപ്പെടുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ടും 4-ാം ദിവസവും 5-ാം ദിവസവും കൂട്ടത്തോടെ തിയേറ്ററിലേക്ക് എത്തുന്നു എന്നത് ആശ്വാസകരമാണ്. സംസ്ഥാനത്തെ ഇടത് വലത് പാർട്ടികളും നേതാക്കളും സംഘപരിവാറിന്റെ ചിട്ടൂരത്തിന് വഴങ്ങാതെ ചിത്രത്തിന് ഐക്യദാർഢ്യമായി രംഗത്തെത്തിയതും പ്രതീക്ഷ നൽകുന്നതാണ്. മുഖ്യമന്ത്രി കുടുംബസമേതം സിനിമ കാണാൻ എത്തിയതും ഒരു നിലപാടാണ്. ഈ നാടും ജനങ്ങളും ആരുടെ മുന്നിലും മുട്ടുമടക്കാതെ വർഗീയതയ്ക്കെതിരെ നിലകൊള്ളും എന്നുള്ള നിലപാടാണ് തിയേറ്ററിലേക്കുള്ള തിരക്കുകൾ കാണിക്കുന്നത്. വാ മൂടിക്കെട്ടുന്ന തുറങ്കിലടയ്ക്കുന്ന രാഷ്ട്രീയം ഈ നാട് അകറ്റി നിർത്തുക തന്നെ ചെയ്യണം. രാജാവ് നഗ്നനാണ് എന്ന് തുറന്നു പറഞ്ഞാൽ തുറങ്കിൽ അടയ്ക്കപ്പെടുമെങ്കിൽ അത് വീണ്ടും പറയുക തന്നെ ചെയ്യാം. രാജാവ് നഗ്നനാണ്.